ഈ നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് വരുന്ന ഒരു മനുഷ്യന് ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന യാതൊരു സാധനങ്ങളും ഇല്ല. ഇവിടെ ആകെ കൂടി ഉള്ളത് ഒരു ബാറാണ്. അതിനപ്പുറത്തേക്ക് ഒരു റിലാക്സേഷനും ഇല്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേലും ഒന്ന് യാത്ര പോകാം, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാം. അതിനപ്പുറത്തേക്ക് ഈ അതായത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള റിലാക്സേഷനൊക്കെ സംഭവിക്കുന്നത് അവൻ്റെ രതിയുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നത് രതി തന്നെയാണ്. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം അത്. അതായത് പണ്ടൊരു ഡോക്ടർ പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതായത് രതിയിൽ ഏർപ്പെടുന്നതിലൂടെ എയ്ഡ്സ് വരാനുള്ള സാധ്യത 2% ഉള്ളൂ. പക്ഷേ ബ്ലഡ് കൊടുക്കുന്നതിലൂടെ അല്ല അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എയ്ഡ്സ് ഒക്കെ വരാനുള്ള സാധ്യത 100%. പക്ഷേ ഈ ലോകത്ത് എയ്ഡ്സ് വന്നിട്ടുള്ളതിൽ 90% ആളുകൾക്ക് രതിയിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് രതി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ഉള്ളൊരു സ്കോപ്പും ഇല്ല. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഉടനെ സദാചാരമായി ബഹളമായി ഇവിടെ ഞങ്ങളുടെ നാടിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്, ആചാരം ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്നിട്ട് സകലമാന വൃത്തികേടുകളും 1.5 വയസ്സുള്ള കൊച്ചു തൊട്ട് 80 വയസ്സായ അമ്മച്ചിക്ക് പോലും കടന്നു കൊടുക്കാൻ മേലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും എടുത്തു നോക്കി ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാലും രതിക്ക് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമും അല്ലെങ്കിൽ സെക്ഷൽ ക്രൈംസും അത്രയും കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ നമ്മൾ ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്നാന്ന് വെച്ചാൽ സത്യത്തിൽ ഇപ്പോൾ ബാറ് പോലുള്ള സാധനങ്ങൾ കുറേയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് പോലും പുരുഷനാണ്. സ്ത്രീക്ക് അവിടെയും വലിയ റോളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന ഒരു സംഭവമുണ്ട്, ഈ മസാജ് പാർലറുകൾ. ഒരുപാട് അപ്പച്ചന്മാരൊക്കെ പോയിട്ട് മസാജ് പാർലറിൽ പോയിട്ട് അവിടെ വളരെ മനോഹരമായിട്ട് മസാജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ആയുർവേദിക് രീതിയിൽ തന്നെ. പിന്നെ കുറേ പാർലറിൽ ഈ പറഞ്ഞ പോലെ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്ന വളരെ സന്തുഷ്ടമായിട്ടൊരു സ്ഖലനം സംഭവിക്കുന്ന ഒരു സാധനത്തിലേക്ക് പോകുന്ന ഒരു സാധനമുണ്ട്. അത് ഈ ക്ലയൻറ്റും അവിടെ അത് ചെയ്യുന്നയാളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് അവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലത്. അങ്ങനെ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ്, വേണ്ടാന്ന് വെക്കേണ്ടതൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല. ഇങ്ങനെ പോകുന്ന കാർന്നോന്മാരൊക്കെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, കാർന്നോന്മാർ മീൻസ് ഇങ്ങനെ പോകുന്ന കസ്റ്റമേഴ്സൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് പോകണം. ഒരു കാരണവശാലും നമ്മൾ ആരാണ് എന്ന് തെളിയുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവരുത്. കാര്യം ഈ മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി വലുതാണ്. ഇപ്പോൾ ഈ പാർലറുകാരോ അല്ലെങ്കിൽ മസാജ് സെൻറ്റർ നടത്തുന്നവരോ ഒന്നും അവിടെ ക്യാമറ വെക്കണം നിർബന്ധമില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു സാധനം കുരുത്തക്കേട് കാണിച്ചാൽ നമുക്കിട്ട് പണി കിട്ടരുത്. ഞാനിത് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ റീസെൻ്റായിട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അച്ചായം പോയി പെട്ടു. ഇതുപോലെ പുള്ളിയുടെ ഒരു ചെറിയ വീഡിയോ വെളി വന്നു. അപ്പോൾ പുള്ളിക്ക് ഇത് പറഞ്ഞു കേൾക്കാൻ പറ്റുന്നില്ല. അതേസമയം അദ്ദേഹത്തിന് മാസ്ക് ഉണ്ടായിരുന്നു, ഈ സുഖമായിട്ട് പുള്ളിക്ക് പറഞ്ഞു കേൾക്കുന്നത് ഞാനല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരിക്കലും ഞാനൊരു സദാചാരവാദിയാണെന്ന് കരുതരുത്. ഞാൻ സദാചാരം പറയാൻ വന്നതല്ല. ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണ്, മനുഷ്യൻ ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. മനുഷ്യൻ റിലാക്സ് ചെയ്യേണ്ടത് ശരിക്കും രതിയിലൂടെ തന്നെയാണ്. അതിനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ വളരെ ആരോഗ്യകരമായിട്ട് വളരെ സേഫായിട്ട് ഇവിടെ ചെയ്യുകയും വേണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം ഈ മസാജ് പാർലറിൽ പോകുന്ന ഒരു മാസ്ക് വെച്ചുകൊണ്ട് പോവുക, അവനവൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക, അത് വേണം. കാര്യം ഇപ്പോൾ ഒരാളുടെ അനുഭവം കണ്ടപ്പോൾ ഞാൻ പറയുക. ഓക്കെ എങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.